ടാറ്റ നാനോ EV, അതുകൂടാതെ പഴയ നാനോ പുതിയ രൂപത്തിൽ, ഏകദേശം 40 കിലോമീറ്റർ അടുത്ത മൈലേജ്, ഇവ എന്നാണ് ഇന്ത്യയിൽ വരുന്നത്? നമസ്കാരം, കാർ ഇൻഫോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ടാറ്റ നാനോ EVയെ പറ്റി പറയുകയാണെങ്കിൽ, വിലയാണ് ഏറ്റവും അട്രാക്റ്റീവായിട്ട് ഇപ്പോൾ ഓൺലൈൻ മാധ്യമങ്ങളിൽ പല ന്യൂസുകളും പറയുന്നത്. 5 ലക്ഷം രൂപയിൽ താഴെ, അതും 200-നും 300-നും ഇടയിൽ റേഞ്ചുള്ള ചെറിയ നാനോ കാർ. ഇപ്പൊ കോമറ്റ് ഓടുന്നുണ്ടല്ലോ, അതുപോലത്തെ നാനോ. പക്ഷെ കോമറ്റിനേക്കാളും ഒരു പിടി മുന്നിലാണ് ഇതിൽ വരുന്ന ഫീച്ചേഴ്സ്. സേഫ്റ്റിയിൽ മുൻതൂക്കം നൽകി ഡ്യുവൽ എയർ ബാഗ്, 7-inch ഡിസ്പ്ലേ, റിവേഴ്സ് ക്യാം, ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ മുതലായവയും, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, ഇങ്ങനെയുള്ള ഫീച്ചറുകൾ. പിന്നെ മാരുതിക്കിട്ട് പണി കൊടുക്കുന്നതിനായി 4-door പവർ വിൻഡോ. കാരണം മറ്റു മാരുതി വാഹനങ്ങളിൽ പോലും 4-door കൊടുക്കാറില്ല പവർ വിൻഡോ. അപ്പൊ അങ്ങനെയുള്ള ഫീച്ചറും, പിന്നെ ഇതിനകത്ത് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും. അതും വളരെ സ്പീഡായിട്ടുള്ള ഒരു ചാർജിങ് സിസ്റ്റമാണ് പറയുന്നത്. പിന്നെ ടാറ്റ നാനോ പെട്രോളിന്റെ കാര്യമാണെങ്കിൽ 600cc എഞ്ചിൻ തന്നെയായിരിക്കും. മൈലേജ് വരുന്നത് 40-നടുത്ത്. കാരണം ഹൈബ്രിഡ് ആയിരിക്കാം, അതുപോലെയുള്ള ന്യൂസുകളാണ് വരുന്നത്. പക്ഷേ ഈ ന്യൂസ് ഉണ്ടാക്കിയവർക്ക് ഇന്ന് വരുമെന്ന്, ഉടൻ തന്നെ വരുമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഡേറ്റ് അറിയണമെങ്കിൽ ടാറ്റ ഇതാദ്യം ഇതിനെപ്പറ്റി ആലോചിക്കണം. ഇങ്ങനെ ഒരു വാഹനത്തെപ്പറ്റി ടാറ്റ ഇതുവരെ ഒരു കാര്യവും പുറത്തുവിട്ടിട്ടില്ല എന്ന് മാത്രമല്ല, ആലോചിക്കുന്ന കാര്യം പോലും വരുന്നില്ല. കാരണം ഇത് AI ഉപയോഗിച്ച് ഏതൊക്കെയോ വാഹനങ്ങളിൽ ടാറ്റയുടെ നാനോയുടെ രൂപസാദൃശ്യം വരുത്തി, ടാറ്റ നാനോയുടെ ലോഗോ ഫിക്സ് ചെയ്ത് ഉണ്ടാക്കി വിടുന്ന വെറും വാർത്തകളാണ്. ഇതിനെപ്പറ്റി നമ്മുടെ മലയാളത്തിലെ ഏറ്റവും പ്രശസ്തനായ ഓട്ടോ ജേർണലിസ്റ്റായ ബൈജു എന്നാർ വളരെ കൃത്യമായി അദ്ദേഹത്തിന്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നാനോ ഉണ്ടാക്കുന്നതിനെ പറ്റി മറ്റുള്ളവർക്കറിയാം, പക്ഷെ ടാറ്റ കമ്പനി ഇതിന് വരെ അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് പോലുമില്ല. അപ്പൊ ഉറപ്പാണ് വരാൻ. നിലവിലെ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു സാധനം ഇല്ല, ആരൊക്കെയോ ഉണ്ടാക്കി വിടുന്ന കുറെ ന്യൂസാണ്. അപ്പൊ ഈ ന്യൂസും കേട്ട് ഒത്തിരി സാധാരണക്കാർ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞതിന് ശേഷവും ഇപ്പോഴും ടാറ്റ നാനോ ഉടൻ തന്നെ വരുന്നു എന്ന വാർത്തകൾ വീണ്ടും പ്രചരിക്കുന്നു. എന്നിട്ടും നമ്മൾ ആ ന്യൂസിന്റെ പുറകെ കമന്റ് ചെയ്യുന്നു, വെയിറ്റ് ചെയ്യുന്നു, അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നു. എന്തിനാണാവോ ഇങ്ങനെ ഓരോരോ ന്യൂസ് വിടുന്നതെന്ന് അറിയില്ല.